When we look at the 2026, we can see so many people come to the Christianity and so many people go from the Christianity. നാം 2026 നോക്കുകയാണെങ്കിൽ ഒരുപാട് പേർ ക്രിസ്ത്യാനിറ്റിയിലോട്ട് വരികയും ഒരുപാട് പേർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് മടങ്ങിപ്പോകുന്ന ഒരു കൂട്ടരെയും കാണാൻ സാധിക്കും. Today I am saying about why the people live in the Christianity. ഞാൻ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ആൾക്കാർ മടങ്ങിപ്പോകുന്നു എന്നതിനെക്കുറിച്ച് നാം ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കിയാലോ. A pastor preaching outside the brothel about fornication, masturbation is sin, do not do that. And after the preach, he go to the brothel and do the same thing. What is the use? ഒരു പാസ്റ്റർ മാസ്റ്റർബേഷനും ഫോർണിഫിക്കേഷനും തെറ്റൊക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അതേ കാര്യം തന്നെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ആൾക്കാർ ആകർഷകരാകും? ക്രിസ്ത്യാനിറ്റിയിലേക്ക് എങ്ങനെ ആൾക്കാർ ആകർഷകരാകും? A pastor saying that love your enemies, love your neighbors, and he is doing the opposite in his private life. How can a person come to Christianity? ഒരു പാസ്റ്റർ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരെ സ്നേഹിക്കുക, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക. പക്ഷെ ആ പാസ്റ്റർ പറയുന്ന വാക്കുകൾ അങ്ങനെയാണെങ്കിലും അയാളുടെ ജീവിതം തിരിച്ചാണെങ്കിൽ എങ്ങനെ ഒരാൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരും? In here we can see that Jesus do the same word and the same work or same action. ഇവിടെ നാം നോക്കുകയാണെങ്കിൽ യേശു ക്രിസ്തു എന്താണോ പറഞ്ഞത് അത് തന്നെ ചെയ്ത് കാണിക്കുകയും ചെയ്യുന്നു. So that the people attract to the Jesus Christ. അതുകൊണ്ട് തന്നെ ഒരുപാട് പുരുഷാരങ്ങൾ യേശു ക്രിസ്തുവിനെ കേൾക്കാനും അനുഗമിക്കാനും തുടങ്ങി. It is easy to preach to do not do the same, but it is very difficult to live practically in our life, to live as a side. പറയാൻ നമുക്ക് ഈസിയാണ്, പാപത്തിൽ നിന്ന് വിടുവിക്കുക, പാപത്തിൽ നിന്നും മോചിതനായി വിശുദ്ധ ജീവിതം നേടാൻ ഒക്കെ പറയാനൊക്കെ ഈസിയാണ്. പക്ഷേ ജീവിച്ച് കാണിക്കാനാണ് പാട്. അതുകൊണ്ട് I am saying to the pastors and respectfully to the pastors, live like I say, so that the people can attract to the Christianity. അതുകൊണ്ട് തന്നെ ഞാൻ ബഹുമാനത്തോടെ പാസ്റ്റർമാരോടും എല്ലാവരോടും പറയുകയാണ്, പാപങ്ങളിൽ വിട്ട് പോയി ഒരു വിശുദ്ധ ജീവിതം നയിച്ച് വിശുദ്ധനായി ജീവിക്കുക. അപ്പോൾ ആൾക്കാർ ദൈവത്തിലേക്ക് മടങ്ങി വരും. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.